Hello everyone, welcome back to my channel. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഈദ് മുബാറക്. രാവിലെ എണീറ്റ് എല്ലായിടത്തും ഈ ഒരു പണിയാണല്ലോ നടക്കുന്നത്. തലേ ദിവസം ഇട്ടിരുന്ന മൈലാഞ്ചി ഇളക്കിക്കളയുന്നതാണ് ഇത്. ഹൈറമോൾ രാവിലെ തന്നെ നല്ല ഉറക്കത്തിലാണ്. ചെറിയ ചിരിയൊക്കെ തന്നിട്ട് ഉറങ്ങുന്നത്. അവൾ എന്തോ സ്വപ്നം കാണുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ എണീറ്റപ്പം തന്നെ ഒരു 7:50 ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ 8:15 നിസ്കാരം. അങ്ങനെ രാവിലെ തന്നെ വാപ്പ പോയിട്ടുണ്ടായിരുന്നു. ഹാനി രാവിലെ കുളിച്ച് ഞാനും കുളിച്ചത്. ഹാനിക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ വാപ്പ പോയപ്പോൾ അവൾ പോയി നോക്കി നിന്നതാണ് ഇത്. നമ്മളിതാ ഫുഡൊക്കെ കഴിക്കാനായിട്ടിരുന്നേ. ബെറോട്ടയും ഒറട്ടിയും മട്ടൻ കറിയും ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും ആണ് കഴിക്കാനുണ്ടായിരുന്നത്. വാപ്പ രാവിലെ കഴിച്ചുകൊണ്ട് തന്നെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ എഴുന്നേറ്റ് കുളിച്ചിട്ടൊക്കെയാണ് ഇത് കഴിക്കാതിരുന്നത്. ഹാനിയെ പിടിച്ചിരുത്തിയപ്പോൾ അവൾ ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ മുഴുവനായിട്ട് അവളെ പ്ലേറ്റിലേക്ക് തട്ടിയായിരുന്നേ. ഉറങ്ങിക്കിടന്ന ഹാനിയാണ് രാവിലെ പിടിച്ച് എണീപ്പിച്ച് കുളിപ്പിച്ചിട്ട് ഇവിടെ ഇരുത്തിയിട്ടുള്ളത്. അവൾ കഴിക്കണമൊന്നുമില്ല. പിന്നെ ചിക്കൻ ഫ്രൈ എങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും ഒറട്ടിയും ബെറോട്ടയൊക്കെ എടുത്ത് കഴിക്കാനായിട്ടിരുന്നേ. അവൾ ഓരോന്നായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഉപ്പാപ്പായും വാപ്പായും വന്നിട്ടുണ്ടായിരുന്നേ. ഹാനിക്ക് രാവിലെ തന്നെ സ്നാഗിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് അവൾ എവിടെയോ പോകാനായിട്ട് റെഡി ആയിരിക്കുന്നതാണ് വിചാരം. അങ്ങനെ ഫുൾ ടൈം പുറത്തായിരുന്നു നിന്നത്. പോവാമെന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ അവളെ എടുത്തുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ നടന്നേ. ഈ സമയത്തെല്ലാം ഹൈറമോൾ നല്ല ഉറക്കത്തിലാണ്. അവളെ രാവിലെ കുളിപ്പിച്ചൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞ് ഒരു 10 മണി 11 മണിയൊക്കെ ആയിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പുണ്ടായിരുന്നു രാവിലെ തന്നെ. എനിക്കിങ്ങനെ ചുമ്മാ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ. ഹാനി നേരത്തെ നമ്മളോട് ഇരുന്നപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നേ. അതുകൊണ്ട് തന്നെ അവളെ ഊഞ്ഞാലിട്ട് കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴും അവളെ മുഖത്ത് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നേ. ഫുള്ള് കഴിച്ചൊന്നുമില്ല. ഒരു പകുതി ഉറട്ടി എന്തോ കഴിച്ചിട്ട് പിന്നെ അവൾ നേരെ പോയി കിടന്ന് ഉറങ്ങിയായിരുന്നേ. ഞാനാണെങ്കിൽ അവൾക്ക് കുറച്ച് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ് നിൽപ്പുണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്കായും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് ചിരിച്ചുകൊണ്ട് വന്നതാണേ. ഇക്ക വന്ന് വിളിച്ചുകൊണ്ട് തന്നെ അവൾ എഴുന്നേറ്റായിരുന്നു. എന്നിട്ട് ഇക്കാരെ തോളിൽ കിടന്നായി അടുത്ത ഉറക്കം. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോൾ ലേറ്റായി. അതുകൊണ്ടാണ് അവൾ ഇത്രയും ഉറങ്ങുന്നത്. ഹയറെ ഞാൻ കുളിപ്പിച്ചുകൊണ്ട് വന്ന് ബെഡിൽ കിടത്തിയിട്ടുണ്ടായിരുന്നേ. അതാണ് വാപ്പായും മോളും കൂടെ ഒന്ന് നോക്കുന്നത്. എപ്പോഴും വാപ്പായിരുന്നു ജ്യൂസ് വാങ്ങി കുടിക്കണം. ഹാനിയ ഇന്ന് വാങ്ങിയൊന്നും കുടിച്ചില്ല. ഭയങ്കര ഉറക്കത്തിൻ്റെ ദേഷ്യത്തിലായിരുന്നേ അവൾ. എന്നിട്ട് അതുപോലെ തന്നെ വാപ്പാരെ തോളിൽ കിടന്നങ്ങ് ഉറക്കമായി. അങ്ങനെ ഞാൻ ഹയറമോക്കും ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഹാനി അപ്പോഴേക്ക് നല്ല ഉറക്കമായി. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച് അതൊന്നും നടന്നില്ല. ഹാനി ഇന്ന് ഫുൾ ഉറക്കമായിരുന്നേ. ഹയറമോളൊന്ന് നല്ല ആക്റ്റീവായിരുന്നു. അവൾ കണ്ണൊക്കെ തുറന്നിരുന്നായിരുന്നേ. അതുകൊണ്ട് അവളെ കുറച്ച് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഹാനിക്ക് ഞാൻ 40 കഴിഞ്ഞതിന് ശേഷം എവിടെ പോയാലും ഇതുപോലൊരു ഹെയർ ബാൻഡോ ക്യാപ്പോ ഒക്കെ വെച്ച് കൊടുക്കാറുണ്ടായിരുന്നേ. അവൾക്കും ഇത് നല്ലതായിട്ട് ചേരുന്നുണ്ടായിരുന്നു. പക്ഷേ ഹയറയ്ക്കും അതുപോലെ തന്നെ കേട്ടോ. ഞാൻ ഹെയർ ബാൻഡൊക്കെ വെച്ചപ്പം നല്ല ചേരുന്നുണ്ടായിരുന്നു. ഞാനിത് 2 പേർക്കും വെക്കാറുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം വാപ്പാരെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തതാണ്. അവളെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവൾ ഭയങ്കരമായിട്ട് കരയും. അപ്പോൾ അത് അടുത്ത കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഹാനിയ നല്ല ഉറക്കത്തിലാണ്. അവൾ എണീക്കാനാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഹൈറമോളെ ഞാൻ ഉറക്കി കിടത്തിയിട്ട് ഫുഡ് കഴിക്കാനാണ് നമ്മൾ പോയത്. അപ്പോഴേക്ക് ഹാനി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വാപ്പായും മോളും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാനായി നമ്മൾ പുറത്ത് വന്നേ. പിന്നെ കുറച്ച് നേരം നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇക്ക പോകുന്നതെന്ന് പറഞ്ഞായിരുന്നേ. അങ്ങനെ ഹാനിയെ കുറച്ച് നേരം ഒന്ന് ബൈക്കിലൊക്കെ കയറ്റി ഇരുത്തിയതിന് ശേഷം ഇക്ക പോയായിരുന്നേ. ഇക്ക പോയി കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ ഉപ്പാപ്പാരെയും മച്ചാരെയും വീടുള്ളത്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്ത് തന്നെയാണ്. നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ. അങ്ങനെ ഞാനും റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. ഹൈറമോളെയും ഹാനിയമോളെയും ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. ഹൈറമോള് അതിൻ്റെ കയ്യിൽ സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട്. അവൾ എന്തോ ഇങ്ങനെ മുകളിലോട്ട് നോക്കി ഇരിപ്പുണ്ട്. എന്തോ ഫാൻ എന്തോ കറങ്ങുന്നതാണ് നോക്കുന്നത്. ഹാനിയും റെഡിയായി നിൽപ്പുണ്ട്. അങ്ങനെ നമ്മളിത് അമ്മച്ചാരെ വീട്ടിലെത്തി. ഇതാണ് എൻ്റെ അമ്മച്ചാരെ വീട്. ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ അമ്മച്ചായി പാപ്പായി മാത്രമേ ഉള്ളൂവേ. ഇവിടെ ഞാൻ എപ്പോൾ വന്നാലും മെയിൻലി ഫോട്ടോസ് എടുക്കാനാണ്. നല്ല വെട്ടവും വെയിലൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ക്ലാരിറ്റി ആയിട്ട് എൻ്റെ ഫോട്ടോസൊക്കെ കിട്ടും. ഹാനിയമോൾ വന്നുകൊണ്ട് തന്നെ അവളെ പരിപാടി തുടങ്ങി. ഇവിടെ ഷോയ്ക്ക് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് കളിയായേ അവൾ. ഇവിടെ അകത്തായിരുന്നാലും പുറത്തായിരുന്നാലും നല്ല വെട്ടമാണ്. പിന്നെ ഞാനും ഹാനിയും കൂടെ കുറച്ച് നേരം വന്ന് പുറത്തിരുന്നായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല കാറ്റ്, നല്ല സുഖമാണ് ഇവിടെ ഇരിക്കുമ്പം. അങ്ങനെ ഞാനും ഹാനിയും കൂടെ കുറച്ച് വന്ന് ഇവിടെ ഇരുന്ന്. ഹാനി അങ്ങനെ ഇരിക്കുന്നില്ല. അവൾക്ക് ഫുൾ കളിക്കണമെന്നുള്ള വിചാരം. എങ്ങനെയൊക്കെയോ ഞാൻ പിടിച്ചാൽ ഇവിടെ കൊണ്ട് ഇപ്പോൾ നിർത്തി. കണ്ടില്ലേ, ഇറങ്ങി ഓടാനാണ് പോകുന്നത്.
ഇതൊന്നും അറിയാതെ എൻ്റെ ഹൈറമോൾ നല്ല ഉറക്കത്തിലാണ്. ഉടനെ തന്നെ കുഞ്ഞായും കൊച്ചായൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ഹാനിയ എപ്പോൾ വന്നാലും ദിയാരെടുത്ത് പോവേ. അവളോടെ കളിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികളെ കാണുമ്പോൾ ഹാനിയ എപ്പോഴും ഓടിപ്പോയി കളിക്കാറുണ്ട്. മച്ചതാ കിച്ചണിൽ ചായ ഇടാനുള്ള പരിപാടിയാണ്. പാലൊക്കെ പൊട്ടിച്ച് വെച്ച് ചായ ഇടുന്നുണ്ട്. ഞാൻ ചുമ്മാ പോയി ഒന്ന് വീഡിയോ എടുത്തതാണ് ഇത്. എല്ലാവരും കൂടെ ഒരുമിച്ചായപ്പോൾ പിന്നെ ഫോട്ടോ എടുപ്പും കളിയും ചിരിയും ബഹളമൊക്കെ ആയിരുന്നേ. പിന്നെ ഈ ഒരു പൊരിപ്പൈറ്റം ഉപ്പാപ്പ വാങ്ങിക്കൊണ്ട് വന്നേ. എല്ലാവരും വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ചിക്കനോ ബീഫോ മട്ടനോ ഒന്നും വേണ്ട, ഇങ്ങനത്തെ എന്തെങ്കിലും ചായയോടെ കുടിക്കുന്നതായി. അങ്ങനെ ഉപ്പാപ്പ പോയി വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇത് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ചെറിയ പൊരിപ്പ് ഐറ്റംസ് ഇവിടെയുള്ള മിക്കവരും വാങ്ങാറുണ്ട്. നല്ല ടേസ്റ്റുമാണ്. ഹാനിക്ക് ഇതിലെ ഉഴുന്നുവടയാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചായിരുന്നു. ഞാനും ഇതിൽ ഉഴുന്നുവടയാണ് എടുക്കാറുള്ളത്. നല്ല ടേസ്റ്റാണ്, നല്ല മൊരിഞ്ഞിരിക്കും ഉഴുന്നുവട. പിന്നെ ഞാൻ കുറച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ സംസാരിച്ച് അവിടെ ഇരുന്നായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ കുക്കുമായും കുക്കുവാപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. വന്നുകൊണ്ട് തന്നെ എൻ്റെ ഹാനിയാണ് എടുക്കുന്നത്. അവളാണ് എവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. പിന്നെ എല്ലാവരും കൂടെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് സമയം പോയി. ഇങ്ങനെയുള്ള കുറച്ച് വിശിഷ്ട ദിവസങ്ങളിലാണല്ലോ എല്ലാവരും ഒത്തുകൂടാറുള്ളത്. അല്ലെങ്കിൽ ചില സമയത്ത് ഓരോരുത്തർക്ക് സമയം കിട്ടാതെയല്ലേ വരുന്നത്. അങ്ങനെ ഇന്നത്തെ ദിവസം പോയതേ അറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ സമയം പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ആയപ്പോൾ പിന്നെ സമയം പോയതും അറിഞ്ഞില്ല. കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ നമ്മൾ എടുത്തായിരുന്നേ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടാണ് ഇരുന്ന്. ഹാനി നേരത്തെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുവേ.